തേനീച്ച. നിങ്ങളുടെ നാഥൻ തേനീച്ചകൾക്ക് വഹ്യ് നൽകി. എന്തെന്നാൽ പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും മണ്ണിന് മുകളിൽ പാർക്കപ്പെടുന്ന വള്ളികളിലും നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക. സകലവിധ ഫലങ്ങളിൽ നിന്നും സത്ത് വലിച്ചെടുക്കുക. നിന്റെ റബ്ബ് ഒരുക്കി തന്ന വഴികളിൽ ചരിക്കുക. അൽ ഖുർആൻ 16 സൂറത്ത് 68-69 ആയത്ത്. വോൺ ഫ്രിഷിന് 1973 തേനീച്ചകളുടെ പെരുമാറ്റത്തെയും ആശയവിനിമയത്തെയും കുറിച്ചുള്ള ഗവേഷണത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. തേനീച്ച പുതിയ പൂന്തോട്ടമോ പൂവോ കണ്ടെത്തിയതിന് ശേഷം തൻ്റെ ബാക്കിയുള്ള തേനീച്ചകളോട് കൃത്യസ്ഥലവും ഭൂപടവും പറഞ്ഞു കൊടുക്കും. ഇതാണ് ബീ ഡാൻസ് എന്ന് പറയുന്നത്. ഇവയുടെ ഈ ചലനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലാളി തേനീച്ചകളുമായുള്ള വിവരങ്ങൾ കൈമാറുന്നതിനെയാണ്. ഇത് ഫോട്ടോഗ്രാഫിയും മറ്റും കൊണ്ട് ശാസ്ത്രീയമായി തെളിയിച്ചതുമാണ്. ഖുർആൻ മുകളിൽ തന്ന ആയത്തുകളിൽ വിശദീകരിക്കുന്നു. പടച്ചോന്റെ വിശാലമായ പാത തേനീച്ച എങ്ങനെ വിദഗ്ധമായി കണ്ടെത്തുന്നുവെന്ന്. തൊഴിലാളി തേനീച്ച അല്ലെങ്കിൽ പടയാളി തേനീച്ച ശരിക്കും ഒരു പെൺ തേനീച്ചയാണ്. സൂറത്തു നഹലിൽ 16 സൂറത്തിൽ 68-69 വരെയുള്ള ആയത്തുകളിൽ തേനീച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ലിംഗഭേദം ഒരു സ്ത്രീലിംഗമാണ്. ഫസ്ലുക്കി കുള്ളി. അത് സൂചിപ്പിക്കുന്നത് ഭക്ഷണം ശേഖരിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തേനീച്ച പെൺ തേനീച്ചയാണെന്ന്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ പടയാളി അല്ലെങ്കിൽ തൊഴിലാളി തേനീച്ച ഒരു പെൺ തേനീച്ചയാണെന്ന്. യഥാർത്ഥത്തിൽ ഹെൻറി ഫോർത്തിന്റെ ഷേക്സ്പിയർ നാടകത്തിൽ ചില കഥാപാത്രങ്ങൾ പറയുന്നതും സൂചിപ്പിക്കുന്നതും തേനീച്ചകൾ പടയാളികളാണെന്നും അവർക്കൊരു രാജാവുണ്ടെന്നുമാണ്. ഷേക്സ്പിയർ കാലങ്ങളിൽ ആളുകൾ വിചാരിച്ചത് അതായിരുന്നു. തൊഴിലാളി തേനീച്ചകൾ ആൺ തേനീച്ചകളാണെന്നും പിന്നെ അവർ വീടുകളിൽ പോയി രാജാവിനെയാണ് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുവെന്നാണ് അവർ കരുതിയിരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല. തൊഴിലാളി തേനീച്ചകൾ പെണ്ണാണ്. അവർ രാജാവായ തേനീച്ചയെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് അല്ല, രാജ്ഞിയായ തേനീച്ചയോടാണ്. എന്നാൽ ഇത് കണ്ടെത്തുന്നതിന് കഴിഞ്ഞ 300 വർഷത്തെ ആധുനിക അന്വേഷണങ്ങൾ വേണ്ടി വന്നു.